ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ AI സാഹിത്യം ഏതാ? മഹാഭാരതം. എന്താ അറിയോ? പ്രത്യക്ഷത്തിൽ പറയുകയാണ്. എങ്ങനെയാണ് കുന്തി ദേവി ഈ കുട്ടികൾക്ക് ഉണ്ടായി? കുന്തി ദേവിക്ക് പ്രസവിച്ചുണ്ടായതാണ്. പിന്നെ ഈ AI എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധിക്ക് ഒരു പകരം വയ്ക്കാവുന്ന സാധനമാണോ ചോദിച്ചാൽ അല്ല, ആവില്ല. കാരണം എപ്പോഴും ഒരു കർത്താവുണ്ട്. ഒരു ക്രിയയ്ക്ക് ഒരു കർത്താവ് വേണമല്ലോ. ആ കർത്താവ്, പിന്നെ ആ കർത്താവിനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്നതിന് കർത്താവ് വേണമല്ലോ. അത് മനുഷ്യൻ നാളെ അവനെ പോകാനും ആഗ്രഹമുള്ള, കാണാനും ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ വിഭാവനം ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, സ്വർഗവും നരകവും അടക്കം. അതിൽ ചിലത് ഇങ്ങനെ കാലം കൊണ്ട് യാഥാർത്ഥ്യമായിട്ട് വരുന്നു. അപ്പോൾ വേൾഡ്സ് ജൂൺ ഇങ്ങനെ പറഞ്ഞു, ടൈം മെഷീൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു, മറ്റേയാള് എന്നൊക്കെ ഓർമ്മയിലുള്ള അറിയാവുന്ന ആളുകളാണ് ഇപ്പോൾ ഈ സയൻസിൽ വർക്ക് ചെയ്യുന്നത്. സാമാന്യത്തിൽ കാണുന്നത് നമ്മൾ നടക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നാണ്. ഭാരതത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നാളെ എങ്ങനെ ഇരിക്കണം ഈ ലോകം എന്നുള്ളതാണ്. ഒന്ന് ധർമ്മത്തെക്കുറിച്ചാണ്, ഒന്ന് കർമ്മത്തെക്കുറിച്ചാണ്. കാരണം ചിത്രകലയ്ക്കോ അല്ലെങ്കിൽ സംഗീതത്തിനോ ഒന്നും ആശയപരമായ രൂപാന്തരമില്ല, വ്യക്തിപരമായ രൂപാന്തരം മാത്രമേ ഉള്ളൂ. കാണുന്ന ആളെ സംസ്കരിക്കും, അതുകൊണ്ട് അയാളുടെ പ്രവർത്തനം നല്ലതായിരിക്കും. ഇപ്പോൾ നോക്കൂ, ലോകം ഇങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ലോകം നോക്കൂ, ഒരു 10-30 കൊല്ലം കൊണ്ട് ഇതൊക്കെ മാറിയില്ലെങ്കിൽ ലോകം ഉണ്ടാവില്ല, ഇല്ല, ജീവലോകം ഉണ്ടാവില്ല. അതിപ്പോ ശാസ്ത്രം ടെസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഈ ക്യാപിറ്റൽ, അതായത് സ്വത്ത്, പ്രകൃതി വിഭവങ്ങള്, അതുപോലുള്ള കാര്യങ്ങൾ ആരുടെയാണ്? ഇതേ ക്വസ്റ്റനാണ് കാർൽ മാർക്സ് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിന് ഉത്തരം നമ്മൾ കണ്ടേ മതിയാവും മനുഷ്യലോകം.